നയങ്ങളുമായി സമരസപ്പെടുന്ന പാർട്ടിയായി CPM മാറിയെന്ന പ്രചാരണത്തെ പ്രതിരോധിക്കാനും മതന്യൂനപക്ഷ വോട്ടുകൾ അകന്നു പോകാതിരിക്കാൻ CPM നടത്തിയ നിർണായകമായ രാഷ്ട്രീയ നീക്കമായിരുന്നു PM ശ്രീ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം. കേരള രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ മുന്നണിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിനിന്ന ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വഴങ്ങലിലൂടെ തൽക്കാലത്തേക്ക് കെട്ടടങ്ങിയെങ്കിലും മുന്നണി ബന്ധങ്ങളിലെ വിള്ളലുകളും CPM-നുള്ളിലെ അഭിപ്രായ ഭിന്നതകളും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് മലബാറിലെ പാർട്ടിയുടെ അടിത്തറയ്ക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് CPM-നെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയിൽ ധാരണാപത്രം ഒപ്പിട്ടതിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടത് സ്ഥിതിഗതികൾ വഷളാക്കി. BJP-യുടെ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാൻ CPM ശ്രമിക്കുന്നു എന്ന ആരോപണം മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ഈ ഘട്ടത്തിൽ CPM-ന്റെ ഏറ്റവും വലിയ തലവേദനയായത് CPI-യുടെ കനത്ത നിലപാടാണ്. CPM-ന്റെ കേന്ദ്ര നയങ്ങളോടുള്ള സമീപനം BJP-ക്ക് അനുകൂലമാണെന്ന പ്രചാരണം CPI പോലും ഏറ്റെടുക്കുമെന്ന ഭയം CPM നേതൃത്വത്തെ അലട്ടിയിരുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ ദേശീയ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുമെന്ന ബോധവും ഉണ്ടായിരുന്നു. മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് അകന്നാൽ മലബാറിൽ പാർട്ടിക്കുണ്ടാകുന്ന തിരിച്ചടി ഗുരുതരമായേക്കുമെന്ന വിലയിരുത്തൽ CPM നേതൃത്വ യോഗങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഈ പൊതുവികാരത്തിന് കൂടുതൽ ശക്തി പകർന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാടായിരുന്നു. ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കേന്ദ്രത്തിൽ BJP വിരുദ്ധ നിലപാട് കൂടുതൽ ശക്തമായി ഉന്നയിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടെന്ന് ബേബി പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. BJP നയങ്ങളുടെ പദ്ധതിയുടെ പേരിൽ ഇടതുപക്ഷത്തെ തമ്മിലടി എന്ന ചർച്ച ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. ബേബിയുടെ ഈ നിലപാട് തള്ളിക്കളയാൻ CPM-ലെ മറ്റ് മുതിർന്ന നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ ആയില്ല. കേരളത്തിലെ ഇടതു സർക്കാർ ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നട്ടെല്ലായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ BJP-യുമായുള്ള കൂട്ടുകൂടൽ ആരോപണം CPI അംഗീകരിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. CPI-യുടെ സംസ്ഥാന ഘടകവും കേന്ദ്ര ഘടകവും കടുത്ത നിലപാടെടുത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ വഴങ്ങേണ്ടി വന്നു. വിഷയം മന്ത്രിസഭാ തലത്തിലും മുന്നണിയിലും കനത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. PM ശ്രീ വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് 4 CPI മന്ത്രിമാരും വിട്ടുനിൽക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കുമെന്നും വലിയ ഭരണ പ്രതിസന്ധിക്ക് വഴിവെച്ചേക്കുമെന്നും CPM തിരിച്ചറിഞ്ഞു. ഇതിലുപരി നവംബർ 4-ന് ചേരാനിരുന്ന CPI സംസ്ഥാന കൗൺസിലിംഗ് യോഗത്തിൽ മന്ത്രിമാരുടെ രാജിയടക്കം പരിഗണിച്ചേക്കുമെന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ LDF മുന്നണി തന്നെ വലിയ കുഴപ്പത്തിലാകുമായിരുന്നു. CPI മന്ത്രിമാരായ K രാജനും P പ്രസാദുമായിരുന്നു കടുത്ത നിലപാട് ഉയർത്തിയിരുന്നത്. കഴിഞ്ഞ മാസം 22-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീയെ കുറിച്ച് ചോദിച്ചിട്ടും മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോ ഒന്നും പറഞ്ഞില്ല എന്നതാണ് CPIയെ ചൊടിപ്പിച്ചത്. ഇതിനെ തുടർന്ന് മന്ത്രി രാജ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ഉന്നയിച്ചപ്പോഴും മൗനമായിരുന്നു പ്രതികരണം. തൊട്ടടുത്ത ദിവസത്തെ പത്രത്തിലൂടെയാണ് ധാരണാപത്രം ഒപ്പിട്ട വിവരം മന്ത്രിമാർ അറിഞ്ഞതെന്നാണ് മുന്നണി മര്യാദയുടെ ലംഘനമായി CPI കണ്ടത്. സർക്കാരിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി മുതൽ മുന്നണി കൂടിയാലോചനകളോടെ മാത്രമേ അംഗീകരിക്കൂ എന്ന കടുത്ത നിലപാടാണ് CPI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നണി തകരുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ CPIയും ആഗ്രഹിച്ചില്ല. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം കാട്ടേണ്ടത് മുന്നണിയെ നയിക്കുന്ന CPM ആണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. PM ശ്രീ കരാർ വിഷയത്തിൽ CPM മര്യാദ പാലിച്ചെന്ന CPIയുടെ ആരോപണം MA ബേബിയും അംഗീകരിച്ചതോടെ പിണറായി വിജയന് വഴങ്ങേണ്ടി വന്നു. തുടർന്ന് പ്രശ്നം പരിഹരിക്കാനായി PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഇടതു മുന്നണിയിൽ നിന്ന് ഒരു ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനമുണ്ടായി. ഈ വിഷയത്തിൽ എല്ലാം പഠിച്ച ശേഷമേ നടപ്പാക്കാൻ പറ്റൂ എന്ന അന്തിമ തീരുമാനമുണ്ടായി. ഈ ഉറപ്പോടെ CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതിൽ നിന്നും പിന്മാറി. മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റ ഒരു തിരിച്ചടിയായിട്ടാണ് ഈ സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട ക്ഷീണം മറികടക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളും പിന്നാലെ ഉണ്ടായി. നവംബർ 1-ന് പ്രഖ്യാപിക്കാൻ കരുതിയിരുന്ന ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒക്ടോബർ 30-ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇതോടൊപ്പം PM ശ്രീ വിവാദം തന്നെ അപ്രസക്തമായി എന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. എങ്കിലും ധാരണാപത്രം ഒപ്പിട്ടതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിലേ PM ശ്രീയിൽ നിന്നും കേരളത്തിന് പിന്മാറാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം CPM-നും അറിയാം. എങ്കിലും CPIയെ തൽക്കാലത്തേക്കെങ്കിലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് CPM. ന്യൂനപക്ഷ വോട്ടുകൾ അകലാതിരിക്കാൻ നടത്തിയ ഈ തന്ത്രപരമായ നീക്കം മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല.
ഈ പ്രശ്നത്തെ തുടർന്ന് ഇരു പാർട്ടികളുടെയും കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ മറ്റ് സംസ്ഥാന ഘടകങ്ങളും ബന്ധപ്പെട്ടിരുന്നു. ഇത് MA ബേബിയുടെ നിലപാടുകൾക്ക് കൂടുതൽ ശക്തി നൽകി. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഉറച്ച നിലപാടാണ് ഈ വിഷയത്തിൽ തിരുത്തലിന് വഴിയൊരുക്കിയത്. ദേശീയ തലത്തിൽ BJP വിരുദ്ധ നിലപാട് കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ഒരു സൂചനയായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതിനെ കാണുന്നത്. പിണറായി വിജയൻ സർക്കാർ നേരിട്ട ഈ രാഷ്ട്രീയ പ്രതിസന്ധി തൽക്കാലം ഒഴിവായെങ്കിലും CPIയുടെ കനത്ത നിലപാട് മുന്നണിയിൽ ഇനി ശക്തമായ കൂടിയാലോചനകൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. CPM എടുത്ത തീരുമാനത്തിന്റെ പേരിൽ LDF-ൽ തമ്മിലടി എന്ന ചർച്ച ഒഴിവാക്കാൻ കഴിഞ്ഞത് മുന്നണിക്ക് ഒരു വിജയമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിൽ പങ്കുചേരുമ്പോൾ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് CPM കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടി വരുമെന്നത് തീർച്ചയാണ്.